രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം കേരള പോലീസിൽ നടപ്പാക്കി വരുന്ന രാഷ്ട്രീയ പകപോക്കൽ സ്ഥലം മാറ്റത്തെക്കുറിച്ച് തൃശൂർ ജില്ലയിൽ നിന്ന് വിരമിച്ച ഒരു പോലീസുകാരൻ സർവീസിലുള്ള സുഹൃത്തുക്കൾക്ക് അയച്ച കത്ത് വൈറലാകുന്നു. വിരമിക്കാൻ 8 മാസം മാത്രം ബാക്കിയുള്ള പോലീസുകാരെ വരെ വിദൂര ജില്ലകളിലേക്ക് സ്ഥലം മാറ്റി. ചിലർ ഈ രാഷ്ട്രീയ പകപോക്കൽ ട്രാൻസ്ഫറിനെതിരെ ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചു. പിണറായി വിജയന്റെ കാലത്ത് പോലീസിലെ നിലവിലുള്ള മാനദണ്ഡമനുസരിച്ച് മാത്രമേ സ്ഥലം മാറ്റം നടത്തിയിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് സ്ഥിതി മറിച്ചാണ്. നിയമവിരുദ്ധ സ്ഥലം മാറ്റം നടപ്പാക്കാൻ മടിച്ച ചില ജില്ലാ പോലീസ് മേധാവികളെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സമ്മർദ്ദത്തിലാക്കി അനുസരിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ റിട്ടയർഡ് പോലീസുകാരന്റെ കത്ത് സേനയിൽ ഇപ്പോൾ ചർച്ചയായി. ആ കത്ത് ഇങ്ങനെയാണ്: കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള സ്ഥലം മാറ്റങ്ങളിലോ നിയമനങ്ങളിലോ അതിശയം കാണേണ്ട കാര്യമില്ല. സർക്കാർ മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത് സാധാരണ കാഴ്ചയാണ്. രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള സംഘടനകൾ പറയുന്നതനുസരിച്ച് നീളത്തിലും വണ്ണത്തിലും സ്ഥലം മാറ്റിക്കൊടുക്കാൻ വകുപ്പ് മേധാവികൾ മിടുക്കന്മാരാണ്. ഇന്നലെയും ഇന്നും എന്ന നിലയിലുള്ള വള്ളങ്ങളിൽ കാലുവെച്ചുള്ള മേധാവികളുടെ അഭ്യാസം കേരളം കാലാകാലങ്ങളായി കാണുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ കൗതുകം എന്തെന്ന് വെച്ചാൽ ഈ അഭ്യാസം പോലീസിലേക്കും പടർന്നിരിക്കുന്നു എന്നതാണ്. പോലീസിൽ നിന്നും സ്ഥലം മാറ്റങ്ങളും കോടതി സ്റ്റേയും നിത്യവാർത്തയാകുന്നു. അതിനിടയിൽ ഒരു പോലീസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയും കേൾക്കുന്നു. ഇതര സർവീസ് മേഖലകളിൽ നിന്നും പോലീസിനെ വ്യത്യസ്തമാക്കുന്നത് സേനയുടെ അച്ചടക്കമാണ്. ഈ അച്ചടക്കത്തെ പാടെ റദ്ദ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു സ്റ്റേറ്റിന്റെ അപജയമാണ്, ഭാവിയിലേക്കുള്ള അപകടമാണ്. രാഷ്ട്രീയമുള്ള സർവീസ് മേഖലകളിൽ നിന്ന് പോലും കാണാത്ത കാഴ്ചകൾ, കേൾക്കാത്ത വർത്തമാനങ്ങൾ, പോലീസിൽ നിന്നും ഉണ്ടാകുന്ന അവസ്ഥ എത്രമാത്രം ഭയാനകമാണ് എന്ന് ഊഹിക്കാമല്ലോ. പോലീസ് അസോസിയേഷനുകളിൽ രൂപപ്പെട്ട രാഷ്ട്രീയമാണ് പോലീസിനെ ഈ ഗതിയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. പിണറായി വിജയൻ ഒരു പരിധിക്കപ്പുറം പോലീസ് അസോസിയേഷൻകാരെ അടുപ്പിച്ചിരുന്നില്ല എന്നാണ് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെ കൊഞ്ചു ചാടിയാൽ മുട്ടോളം അല്ലെങ്കിൽ ചട്ടിയിൽ എന്ന അവസ്ഥയിൽ നിന്നും 10 വർഷം പ്രതിപക്ഷത്ത് ഇരുന്ന പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് ആ രാഷ്ട്രീയത്തെ ആവോളം ഉപയോഗിക്കുന്ന പോലീസ് നേതാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. അതിന് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും ആ മുറിഞ്ഞു വീഴുന്ന കൊമ്പ് കൊണ്ട് ഗൗരവമായ പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരിമിതമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു വിഭാഗം അത്യന്തം രാഷ്ട്രീയ പരിലാളനങ്ങളിലേക്ക് പോയാൽ കൃത്യമായ രാഷ്ട്രീയ വിഭജനമാകും നടപ്പിലാക്കുക. അത് സാധാരണക്കാരായ മനുഷ്യർ ആശ്രയത്തിനായി എത്തിച്ചേരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വേഗത്തിൽ പടരും. പ്രാദേശിക രാഷ്ട്രീയക്കാരും പോലീസും വിവിധ കക്ഷി വിഭജനങ്ങൾ കാണിക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അരാജകത്വം പടർന്നു കയറാൻ നിമിഷങ്ങൾ പോലും വേണ്ടിവരില്ല. സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ കേരളം വിദൂരമല്ലാത്ത സമയത്ത് ഈ കാഴ്ചകൾ കാണേണ്ടി വരും. ഭരണാധികാരികൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്നത് പോലെയല്ല പോലീസ് തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ സ്വയം പ്രവർത്തിക്കുന്നത്. മൂക്കുകയർ ഇടേണ്ട സമയത്ത് മൂക്കുകയർ തന്നെ ഇടണം, അല്ലെങ്കിൽ അശാന്തി നിറഞ്ഞ ദിനങ്ങൾ തന്നെയായിരിക്കും കേരളത്തിനെ കാത്തിരിക്കുന്നത്.